Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻസ് ആണ്. സോ ആ ഒരു പോർഷൻ, ആ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടാണ്. അതായത് കോണിക് സെക്ഷൻസിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് സർക്കിൾ, പിന്നെ ഹൈപ്പർബോള, പാരാബോള, എലിപ്സ് അതൊക്കെയാണ്. അതിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ സർക്കിൾ ആൻഡ് പാരാബോള ആണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us start. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്താണ് കോണിക് സെക്ഷൻസ് എന്ന് നോക്കാം. Conic sections or conics, short ആയിട്ട് പറയാണ് conics, are obtained as intersections of a plane and a double napped right circular cone. Example, circles, parabolas, hyperbolas, ellipses. Okay. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ നാപ്പ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ സർഫസ് അല്ലെങ്കിൽ റൗണ്ട് സർഫസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു പ്ലെയിനിന്റെ ഇന്റർസെക്ഷൻ കാരണം ഫോം ചെയ്യുന്നതാണ് ഈ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് സർക്കിൾസ്, പാരാബോളാസ്, ഹൈപ്പർബോളാസ്, എലിപ്സസ് എക്സെട്ര. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് ഇപ്പോൾ ഡീപ്പ് ലെവൽ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾ പ്ലാനറ്ററി മോഷൻസ്, ഡിസൈനിങ് ടെലിസ്കോപ്സ്, ഇതിലൊക്കെ ആപ്ലിക്കേഷൻസ് കാണാറുണ്ട്. സോ എന്താണ് കോണിക് സെക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സെക്ഷൻസ് ഓഫ് എ കോൺ, അപ്പോൾ തന്നെ ഈ കോൺ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസും അതിന്റെ പാരാമീറ്റേഴ്സും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. The locus of a point which moves in a plane such that the ratio of its distance from a fixed point to its perpendicular distance from a fixed straight line is always constant. Okay, അതായത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ലോക്കസ് ഓഫ് എ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ലോക്കസ് ഓഫ് എ പോയിന്റ് such that the ratio of its distance from a fixed point, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ ലോക്കസ് ഓഫ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അത് ഡിവൈഡഡ് ബൈ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ. ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും, ഒരു ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ലോക്കസ് ഓഫ് ദ പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് നോക്കാം. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് കോണിക് സെക്ഷൻ ഓർ എ കോണിക്. ഓക്കെ, അപ്പോൾ അതിനെയാണ് കോണിക് സെക്ഷൻ ഓർ എ കോണിക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു കോണിക് സെക്ഷൻ ഫോം ചെയ്യുന്നത്. അതിൽ ടൈപ്സ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ടേംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ പറഞ്ഞ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഓക്കെ, കോണിക്കിന്റെ ഫോക്കസിനെയാണ് ഇപ്പോൾ പറഞ്ഞ ഫിക്സഡ് പോയിന്റ്. ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഈ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. ഇപ്പോൾ ലോക്കസ് ഓഫ് എ പോയിന്റ്, അപ്പം അത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് കോണിക്കിന്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഫിക്സഡ് ലൈനിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഈ ലോക്കസ് ഓഫ് എ പോയിന്റ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സ്ട്രേറ്റ് ലൈൻ അതിനെ പറയുന്നതാണ് ഡയറക്ട്രിക്സ്. ഓക്കെ, ഡയറക്ട്രിക്സ്, ഇവിടെ സി ഉണ്ട്, ഡയറക്ട്രിക്സ്. ഇനി അപ്പോൾ ആ ഒരു ഫിക്സഡ് ലൈനാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഈ ലോക്കസ് ഓഫ് പോയിന്റിൽ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ പറഞ്ഞ ഡയറക്ട്രിക്സിൽ നിന്ന്. നെക്സ്റ്റ് കോൺസ്റ്റന്റ് റേഷ്യോ. ഇപ്പോൾ നമ്മൾ പറയല്ലോ ഈ ഒരു റേഷ്യോ, ഈ ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ആ ഒരു റേഷ്യോന് പറയുന്ന ടേം ആണ് എക്സെൻട്രിസിറ്റി. ഓക്കെ, എക്സെൻട്രിസിറ്റി. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ ഇ. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ആണ് ഈ രണ്ട് ഡിസ്റ്റൻസിന്റെയും. ഇനി ലോക്കസ് ഓഫ് പോയിന്റ്, അപ്പോൾ എന്താണ് ഫോക്കസ്, എന്താണ് ഡയറക്ട്രിക്സ്, എന്താണ് എക്സെൻട്രിസിറ്റി എന്നുള്ളത് മനസ്സിലായി. ഇനി ഈ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂസ് ഈ ടേബിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇയുടെ വാല്യൂസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കോണിക് സെക്ഷൻ. ഓക്കെ, അതായത് സപ്പോസ് ഇ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ കോണിക് സെക്ഷൻ എന്താണ്, സർക്കിൾ ആണ്. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പാരാബോളയാണ്. ഇ ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ് ആണ്. ഇ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോളയാണ്. ഇ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്, പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ഇ, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓരോ കോണിക് സെക്ഷന്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇയുടെ വാല്യൂ ബേസ് ചെയ്തിട്ട് അത് ഏത് കോണിക് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ. ഇ 0 ആണെങ്കിൽ അത് സർക്കിൾ ആണ്. ഇ 1 ആണെങ്കിൽ പാരാബോളയാണ്. ഇ ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള. ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. സോ ഇവിടെ ഓരോ കോണിക് സെക്ഷൻസും കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഡയഗ്രാംസ്. ഇപ്പം എങ്ങനെയാണ് നമുക്കൊരു സർക്കിൾ കോണിക് സെക്ഷൻ, ഇപ്പോൾ ഒരു പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർക്കിൾ ഫോം ചെയ്യണത്, അതുപോലെ എലിപ്സ്, ഇപ്പോൾ എലിപ്സിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ പറഞ്ഞ എലിപ്സ് എന്ന് പറഞ്ഞ കോണിക് സെക്ഷൻ നമുക്ക് കിട്ടുന്നത്. അതുപോലെ പാരാബോള, ദെൻ ഹൈപ്പർബോള. ഓക്കെ, ഈ ഷേപ്സ് ആണ്. ഈ 4 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ സർക്കിൾ. എങ്ങനെയാണ് സർക്കിൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും അതിന്റെ ഇക്വേഷൻസും നമുക്ക് നോക്കാം.
It is the locus of a point which moves in a plane such that it remains at a constant distance, that is radius, from a fixed point, that is center in the plane. അതായത് സർക്കിൾ എങ്ങനെയാണ്? സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ലോക്കസ് ഓഫ് എ പോയിന്റ് ആണ്. ഇറ്റ് മൂവ്സ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഈ ലോക്കസ് ഓഫ് പോയിന്റ് മൂവ് ചെയ്യും such that it remains at a constant distance from a fixed point. ഒരു ഫിക്സഡ് പോയിന്റ് എന്ന് ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിലായിരിക്കും എപ്പോഴും റിമെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത് റേഡിയസ്. പിന്നെ ഈ ഫിക്സഡ് പോയിന്റ് ആണ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് വൈ ബി എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. അതായത് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് സർക്കിളിന്റെ കോണിക് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ദ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അതായത് ഈ എച്ച് കോമ കെ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് പോയിന്റിൽ അതാണ് സെന്റർ. പിന്നെ ഈ സെന്ററിന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് റേഡിയസ് ആർ. സോ ഈ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ് എച്ച് കോമ കെ. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് ദ ഇക്വേഷൻ. നെക്സ്റ്റ് ജനറൽ ഫോമിൽ അഗെയിൻ വേറൊരു ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx plus 2fy plus c is equal to 0. ഇത് ജനറൽ ഫോം. അതായത് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കോമ കെ സെൻറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഇതെന്ന് പറയുന്നത് വേറൊരു ജനറൽ ഫോമാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. ഇവിടെ ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്ന് പറയുന്ന ടേം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല മൈനസ് ജി കോമ മൈനസ് എഫ് ഇതാണ് സെന്റർ വരുന്നത്. എന്താണ്? മൈനസ് ജി കോമ മൈനസ് എഫ് ആണ് സെന്റർ. ദെൻ റേഡിയസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. റേഡിയസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ഇനി ഒരു ഫോമും കൂടി ഉണ്ട്, ഡയാമീറ്റർ ഫോം. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡയാമീറ്റർ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രഷൻ നോക്കാം. ലെറ്റ് എ ഓഫ് x1 y1, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഡിസ്ക്രൈബ് ബൈ x1, y1. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? x2, y2 ആണ് അതിന്റെ കോർഡിനേറ്റ്സ്. ബി ദ എൻഡ് പോയിന്റ്സ് ഓഫ് ഡയാമീറ്റർ എ ബി ഓഫ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എ ബി ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് x1, y1, ബി എന്ന് പറയുന്നത് x2, y2. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഇസ് ഈക്വൽ ടു 0. x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതേപോലെ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ അത് യൂസ്ഫുൾ ആയിരിക്കും, അത് അപ്ലൈ ചെയ്യുക. The length of the intercepts made by the circle x square plus y square plus 2gx plus 2fy plus c equal to 0 with x and y axis are, അതായത് ഇന്റർസെപ്റ്റ്സിന്റെ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ജനറൽ ഫോം പഠിച്ചല്ലോ, ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ്സിന്റെ എന്തായിരിക്കും? 2 into root of g square minus c യും 2 into root of f square minus c. ഇതായിരിക്കും ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ്സ് വിത്ത് x and y axis. നെക്സ്റ്റ് the equation of tangent at the point p of x1 y1, p of x1 y1 to a circle x square plus y square plus 2gx plus 2y plus 2fy plus c equal to 0. ഈ സെയിം ജനറൽ ഫോം തന്നെ. അപ്പോൾ അതിൽ ഒരു പോയിന്റ് p of x1 y to a circle. അപ്പോൾ ആ ഒരു പോയിന്റിലേക്കുള്ള ടാൻജന്റ് അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? p എന്ന് പറയുന്ന പോയിന്റ് സർക്കിൾ ഏതെങ്കിലും ഒരു പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് ആണ് x1, y1. ആ p യിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? x1 plus y1 plus g into x plus x1 plus f into y plus y1 plus c is equal to 0. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Circle touching a line L is equal to 0 at a point x1, y1 on it is, അതായത് സർക്കിൾ ഒരു ലൈനിനെ ടച്ച് ചെയ്യണം. ഓക്കെ, at point x1, y1. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ? x minus x1 whole square plus y minus y1 whole square plus lambda L is equal to 0. ഓക്കെ, L is equal to 0 എന്ന് പറയുന്നത് ആ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, L എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ടു 0 ഫോമിലല്ല റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർക്കിൾ ഈ ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. x minus x1 whole square plus y minus y1 whole square plus lambda into L, okay, is equal to 0. Next, when two circles intersect,
രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് R1 മൈനസ് R2 അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ റേഡിയസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ C1 ഇൻറ്റു C2 ലെസ് ദാൻ R1 പ്ലസ് R2 അതിന്റെ മോഡുലസ് വാല്യൂ കേട്ടോ മോഡുലസ് വാല്യൂ ഓഫ് R1 പ്ലസ് R2 അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും ഏതിന്റെ വാല്യൂ C1 ഇൻറ്റു C2 ആൻഡ് വെൻ ടു സർക്കിൾസ് ടച്ച് എക്സ്റ്റേണലി ഇനിയിപ്പോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് when two circles intersect ഇപ്പോൾ ഒരു കേസ് പറഞ്ഞത് when two circles touch externally ഇപ്പോൾ externally ആണ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യണമെങ്കിൽ C1 C2 എന്തായിരിക്കും R1 പ്ലസ് R2 ആയിരിക്കും C1 ഇൻറ്റു C2 എന്ന് പറയുന്നത് എന്തായിരിക്കും R1 പ്ലസ് R2 ഈ C1 C2 എന്ന് പറയുന്നത് എന്താ സെന്റേഴ്സ് ആണ് R1 R2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സർക്കിൾസിന്റെ റേഡിയായി ഓക്കെ റേഡിയസ് ആണ് നെക്സ്റ്റ് പരാബോള അതായത് ഇപ്പോൾ സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു നെക്സ്റ്റ് പരാബോളയാണ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ദാറ്റ് ഇസ് ഡയറക്ട്രിക്സ് ആൻഡ് എ ഫിക്സഡ് പോയിന്റ് ദാറ്റ് ഇസ് ഫോക്കസ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അതായത് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ഇപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട് അതിനെ പറയുന്നതാണ് ഡയറക്ട്രിക്സ് ഓക്കെ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് ഫോക്കസ് ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ ഈ ഒരു പോയിന്റ് ആണ് എസ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ അതാണ് ഫോക്കസ് അപ്പോൾ ഇതിലത്തെ എല്ലാം സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം ദിസ് ലൈൻ അതായത് ഡയറക്ട്രിക്സും പിന്നെ ദിസ് ഫിക്സഡ് പോയിന്റ് ഫോക്കസും അതാണ് പരാബോള എന്ന് പറയുന്നത് നെക്സ്റ്റ് എ ലൈൻ ത്രൂ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ് അതായത് എ ലൈൻ ത്രൂ ഫോക്കസ് ലൈൻ ത്രൂ ഫോക്കസ് ഈ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനാണ് കാണിച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത് പരാബോളയുടെ ആക്സിസ് എന്താണ് അപ്പോൾ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഫോക്കസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ട്രിക്സ് ഓക്കെ അപ്പോൾ അതാണ് ആക്സിസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പരാബോള വിത്ത് ദ ആക്സിസ് ഇസ് കോൾഡ് ഇറ്റ്സ് വെർട്ടെക്സ് ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഈ പരാബോളയുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് ദി ആക്സിസ് ആക്സിസും പരാബോളായിട്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഇപ്പോൾ എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ അതിനെ പറയുന്നതാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ഉണ്ട് ലാറ്റസ് റെക്റ്റം ദെൻ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ശരിക്കും എന്താ കോഡ് തന്നെയാണ് ഓക്കെ ഈ കോഡ് എന്ന് പറയുന്നത് എന്താണ് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നതാണ് ക്ലിയർ ആയി അതാണ് ഈ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൽ ഈ ഒരു ടേബിൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇതേപോലെ പരാബോളയുടെ എല്ലാം സൈഡ്സ് അതായത് റൈറ്റ് പരാബോള ലെഫ്റ്റ് പരാബോള അപ്വേർഡ് പരാബോള ആൻഡ് ഡൗൺവേർഡ് പരാബോള എല്ലാം 4 ടൈപ്സും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് അതായത് ഇയുടെ വാല്യൂ ഫോക്കസ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഓഫ് ആക്സസ് വെർട്ടെക്സ് ends of lattice rectum length of lattice rectum ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം ഇതെല്ലാം ടേംസും തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് റൈറ്റ് പാരാബോളയുടെ കേസ് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ XY പ്ലെയിനിൽ റൈറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ സോ ഇവിടെ A,0 അതാണ് കോർഡിനേറ്റ് കാണിച്ചിരിക്കുന്നത് അവിടെ ഫോക്കസ് ആയിട്ട് സോ ഇവിടെ എക്സെൻട്രിസിറ്റി നമുക്കറിയാം 1 ആണ് പാരാബോളയുടെ കേസിൽ എല്ലായിടത്തും 1 ആണ് നെക്സ്റ്റ് ഫോക്കസിന്റെ വാല്യൂ എന്ന് പറയുന്നത് A,0 ആണ് വരിക റൈറ്റ് സൈഡിൽ അപ്പോൾ അതനുസരിച്ച് ലെഫ്റ്റിലാണെങ്കിൽ -A,0 again upwardly 0,A വരും ആൻഡ് ഡൗൺവേർഡിൽ 0,-A വരും നെക്സ്റ്റ് കേസിൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് റൈറ്റ് പാരാബോളയുടെ കേസിൽ x+A=0 ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ചേഞ്ചസ് x-A=0 ആണ് ലെഫ്റ്റിൽ ദെൻ അപ്വേർഡ് പാരാബോളയിൽ y+A=0 ഡൗൺവേർഡിൽ y-A=0 അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y=0 ആണ് വെർട്ടെക്സ് എന്താ വരിക 0,0 ആണ് ഓക്കെ വെർട്ടെക്സ് തന്നിട്ടുണ്ട് 0,0 ദെൻ എൻഡ്സ് ഓഫ് ലാറ്റസ് റെക്റ്റം ലാറ്റസ് റെക്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എയും +or-2a ഓക്കെ a +or-2a അതുപോലെ ലെങ്ത് ഓഫ് എൻഡ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താ 4a ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4a ആണ് ഇനി ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം എന്താ x-A=0 ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x+A=0 ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് x-A=0 ആണ് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് പരാബോള ക്വസ്റ്റ്യനിൽ തരുന്ന പരാബോള അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടേംസ് ഒക്കെ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ലാറ്റസ് റെക്റ്റത്തിന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ആവശ്യം വന്നാൽ അത് അപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക് യു